ഞാനിവിടെ ഉണ്ടാക്കുന്ന തക്കാളി കറി കുറച്ച് വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഈ തക്കാളി കറിക്ക് അത്യാവശ്യം നല്ല കൊഴുപ്പുണ്ടാവും. റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒട്ടും പാടില്ല, നല്ല ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാനും പറ്റും. പിന്നെ ഇത് ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ബ്രെഡിന്റെ ഉള്ളിൽ സാൻഡ്വിച്ച് പോലെ വെച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ കറിയുടെ ഏറ്റവും ലാസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയത് ചേർത്തിട്ട് മുട്ടക്കറി പോലെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ റെഡിയാക്കുന്നത്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഞാനൊരു തേങ്ങ തക്കാളി നല്ല പഴുത്ത തക്കാളി കേട്ടോ. പിന്നെ പച്ചമുളക് വേണം. പച്ചമുളക് ഞാനിവിടെ ഇതേപോലത്തെ ചെറിയ ടൈപ്പ് 3 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി ഞാനിവിടെ ഇതേപോലത്തെ വലിയ ടൈപ്പ് വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. ഇത് അത്രയ്ക്ക് വലിയ വെളുത്തുള്ളി അല്ല കേട്ടോ, ഇതൊരു മീഡിയമാണ്. അപ്പോൾ ഇത് ഞാനൊരു 8 എണ്ണം എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല വലിയ വെളുത്തുള്ളിയൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 എണ്ണം എടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഒരു വലിയൊരു സവോള എടുത്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വലിയ സവോള നല്ല പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ നമ്മൾ എടുത്തേക്കണ ഈ സവോളയുടെ പകുതി ഉണ്ടല്ലോ, ഈ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ ഞാനിവിടെ 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയും കൂട്ടിയിട്ട് മിക്സിയിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കും. അപ്പോൾ ഈ സവോള നമ്മൾ മിക്സിയിലിട്ടിട്ട് കറക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കും. ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ മൊരിയിച്ചിട്ട് ചേർക്കും. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് സാധാരണ നമ്മൾ കറിയിലേക്കൊക്കെ ചേർക്കുന്ന മഞ്ഞൾപ്പൊടിയും വേണം, മല്ലിപ്പൊടിയും വേണം, മുളക് പൊടിയും വേണം, കുരുമുളക് പൊടിയും വേണം. പിന്നെ ഗരം മസാല നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗരം മസാല ഞാൻ ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് മിക്സിയിലിട്ടിട്ട് കറക്കി എടുക്കാനുള്ളതൊക്കെ ഒന്ന് കറക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർക്കാം. ഇഞ്ചി പതുക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം. പിന്നെ വെളുത്തുള്ളി ചേർക്കാം, പച്ചമുളക് ചേർക്കാം, സവോള ചേർക്കാം. സവോളയും ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത്, ഒരുപാട് കട്ട് ചെയ്യില്ല, ചെറുതാക്കണ്ട. നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കുമല്ലോ. ഇത് ഒരുപാട് തന്നെ വെള്ളം പോലെ ആവരുത്, ഒന്ന് കറക്കിയിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സായിട്ട് വരണം. നമ്മൾ അവിയലിലേക്ക് തേങ്ങ ഒതുക്കിയിട്ട് എടുക്കില്ല, അതേപോലെ ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഞാൻ ഇത്രയ്ക്ക് തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് കറക്കി എടുക്കുക. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. എല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സായിട്ട് ഒന്ന് പൊടിഞ്ഞിട്ട് വരണം. കുറേ നേരിട്ട് കറക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സവോളയുടെ ഉള്ളിൽ വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ അത് അങ്ങോട്ട് പേസ്റ്റ് പോലെയാവും. അങ്ങനെ പേസ്റ്റ് പോലെ ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, ഒന്ന് ഒതുക്കിയിട്ട് എടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒതുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ എല്ലാം കൂടിയിട്ട് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ചേർന്ന് വരും. ഇതേപോലെ സവോള ഒന്ന് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഈ തക്കാളിയും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഈ വലിയ സവോളയൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു മഞ്ഞ കളറിലുണ്ടാവും, അത് മാറ്റണം കേട്ടോ. ചിലപ്പോൾ ഇതിന് കയ്പുണ്ടാവും ഇതിൽ. പക്ഷെ സാധാരണ ചെറിയ സവോളയ്ക്കൊന്നും അത് ഉണ്ടാവില്ല. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ തക്കാളി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ സാധാരണ ഞാൻ ഇതിലും മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തക്കാളി നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുമല്ലോ. ചിലപ്പോൾ തക്കാളി സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എല്ലാ തക്കാളിക്കും ഇതേപോലെ ഇങ്ങനെ നല്ല കളറുണ്ടാവും. പക്ഷെ അത് ചിലപ്പോൾ പഴുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കാണ്ട് പുറത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി നന്നായിട്ട് പഴുത്ത് കിട്ടും. ഈ തക്കാളിക്ക് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. കാരണം നന്നായിട്ട് പഴുത്ത തക്കാളിയുടെ ഉള്ളിൽ നന്നായിട്ട് ജ്യൂസ് വരുമല്ലോ. അപ്പോൾ കറി വെക്കുമ്പോഴായിരുന്നാലും അതിൻ്റെ ഗ്രേവിക്ക് നല്ല തിക്നെസ് ഉണ്ട്. പിന്നെ നമ്മൾ തൈരൊക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ വാങ്ങുന്ന തൈരിന് പുളി ഭയങ്കര കുറവായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാണ്ട് ആ തൈരിൻ്റെ ആ സീല് പൊട്ടിച്ചിട്ട് നമ്മൾ തൈരിൻ്റെ അത് മിക്കപ്പോഴും നമുക്ക് ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയിലായിരിക്കുമല്ലോ കിട്ടുക. അപ്പോൾ വേറൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിലോ എന്തെങ്കിലും മാറ്റിയിട്ട് പുറത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ തൈര് നന്നായിട്ട് പൊളിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ കറി വയ്ക്കാനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. കറിയാക്കാൻ വേണ്ടിയിട്ട് ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കാം.
ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവോള ഉണ്ടല്ലോ, സവോള ചേർക്കാം. ഈ സവോള ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആ മിക്സിയിലിട്ടിട്ട് കറക്കി വെച്ചേക്കണതുണ്ടല്ലോ അത് ചേർക്കാൻ വേണ്ടിയിട്ട്. രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് ചേർക്കണ്ട. ഈ പാന് ഇരുമ്പിൻ്റെ കേട്ടോ, നല്ല കട്ടിയുണ്ട്. കാരണം തീ എത്ര കൂട്ടി വെച്ചാലും ഇതിനകത്ത് ഇടുന്ന സാധനങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് കരിഞ്ഞു പോകില്ല. പക്ഷേ ഇതേപോലത്തെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പുളിയുള്ള സാധനങ്ങളാണ് അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും ചെറുതായിട്ട് പുളിയുള്ള എന്ത് കറി വെച്ചാലും നമ്മളത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ കറി നമ്മൾ ഇതിനടുത്ത് മാറ്റണം. അല്ലെങ്കിൽ ആ കറിയുടെ ടേസ്റ്റിന് വ്യത്യാസം വരും. ആ കറി ഇരുന്നിട്ട് ആ കറിയുടെ കളറിനായിരുന്നാലും വ്യത്യാസം വരും. ഞാൻ സാധാരണ എന്തെങ്കിലുമൊക്കെ കറികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ മിക്കപ്പോഴും ഒരു എന്ത് കറി ഉണ്ടാക്കിയാലും അപ്പോൾ കഴിക്കണില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇതിനടുത്ത് മാറ്റി വയ്ക്കും. ഇവർ ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേറൊരു ടേസ്റ്റ് വരും. ഒരു ദിവസമൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കളറൊക്കെ അങ്ങോട്ട് മാറുകയും ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി വൈകിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കുറേ സമയം വെക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറി വെച്ച് മാറ്റണം. നമ്മൾ തക്കാളിക്ക് ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു പുളിരസമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കറികളൊക്കെ വെക്കുമ്പോൾ ആയിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ മിക്സിയിലിട്ടിട്ട് കറക്കി വെച്ചേക്കണം മിക്സി ചേർക്കാം. ഇനി ഇതും ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം. ഇതെല്ലാം കൂടിയിട്ടാണ് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. പിന്നെ ഇത് നമ്മൾ ഇനി തക്കാളിയുടെ കൂടെ ഇട്ടിട്ട് ഈ മിക്സ് നന്നായിട്ട് വേവിക്കും. അപ്പോൾ ആ വെളുത്തുള്ളിയുടെ ആ പച്ച ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ തക്കാളി ചേർക്കാൻ പോണതിന് മുമ്പ് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ചെറുതായിട്ട് ആ പച്ചമണം ഒന്ന് അങ്ങോട്ട് പോകണം. പിന്നെ കുറച്ചൊരു പച്ചമണം ഉണ്ടാവും ഇഞ്ചിനും വെളുത്തുള്ളിയിൽ. അത് നമ്മൾ ഇനി തക്കാളി ഇട്ടിട്ട് വേവിക്കുമ്പോൾ പൊക്കോളും. ഞാനിവിടെ തീ പതുക്കൊന്ന് കുറച്ച് വെച്ചേക്കാണ്. കാരണം ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മിക്സിയിലിട്ടിട്ട് കറക്കിയിട്ട് എടുക്കുമ്പോൾ ഈ പാനിൻ്റെ അടിയിലേക്ക് പിടിക്കും. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെയും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ വന്നിട്ട് പോയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ ഇതാണ്ട് നന്നായിട്ടാണ് മൊരിയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അത് കുറച്ച് ഓയിൽ കുറവുണ്ട്. ഞാൻ മസാലപ്പൊടികളൊക്കെ ഒന്ന് മൊരിക്കുന്നുണ്ട്. അതനുസരിച്ച് കുറച്ച് ഓയിൽ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഫസ്റ്റ് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഇത്രയ്ക്കാണ് ചേർക്കുന്നത്. ഇതൊരു ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണിനേക്കാളും കുറച്ച് കൂടുതലുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിയണം. അതിന് ഈ മരത്തിൻ്റെ തവി വെച്ചിട്ട് നമ്മൾ എന്ത് ഇളക്കിയാലും ഈ പാനിനെ പിടിച്ചൊന്നും വിട്ടുപോരില്ല. ഞാൻ ഈ മറ്റേ സ്റ്റീലിൻ്റെ എടുക്കട്ടെ. ഈ മരത്തിൻ്റെ തവിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പതുക്കൊന്ന് പിടിച്ചാൽ നമ്മളത് ഇങ്ങനെ ഇളക്കുമ്പോൾ അത് വിട്ടുപോരില്ല. സ്റ്റീലിൻ്റെ ഒക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളക്കുമ്പോൾ അതെല്ലാവരും സൈഡിൽ നിന്നൊക്കെ അത് വിട്ടുപോരും. എന്നിട്ട് എല്ലാവരും അടിയിൽ വിട്ടുപോകുന്നില്ല. പിന്നെ എനിക്ക് കുറേ ആൾക്കാർക്ക് പരാതിയുണ്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഈ മരത്തിൻ്റെ തവി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ട് വരണം. എനിക്ക് തോന്നുന്നത് അത് ഇയർഫോൺ വെച്ചിട്ട് സൗണ്ട് കേൾക്കുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അതൊക്കെ ഇതെടുക്കാം നീക്കിയിട്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി അത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇനി മല്ലിപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തീ ഒരുപാട് കൂട്ടി വയ്ക്കേണ്ട. ചെറിയ തീയിലിട്ടിട്ട് മല്ലിപ്പൊടി മുരിച്ചിട്ട് എടുക്കുക. അപ്പോൾ മല്ലിപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ചേർക്കണം. മുളക് പൊടി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഒരു 1/4 ടേബിൾ സ്പൂൺ കൂടിയും ചേർക്കാം. എൻ്റെ മുളക് പൊടിക്ക് അധികം എരിവില്ല കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം.
ഈ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് മൊരിയിച്ച് വരുമ്പോഴേക്കും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും നന്നായിട്ട് മൊരിയിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ ഇതൊക്കെ അങ്ങോട്ട് മസാലപ്പൊടികളൊക്കെ അങ്ങോട്ട് മൊരിഞ്ഞ് വരുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. പിന്നെ ചെറുതായിട്ടൊരു സ്മെല്ലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തക്കാളിയുടെ കൂടെയിട്ട് വേവിക്കുമ്പോൾ പൊക്കോളും. അത് ചെറിയ തീയിലിട്ടിട്ട് മസാലപ്പൊടികളൊക്കെ മൊരിയിച്ചിട്ട് എടുക്കണം. ഇപ്പം എല്ലാ മസാലപ്പൊടികളും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ നിങ്ങൾ ചേർക്കുമ്പോൾ ഫസ്റ്റ് ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ തക്കാളി നല്ല സോഫ്റ്റൊക്കെ ആയി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഈസിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നവരിട്ടോ, സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പിന്നെ ഉപ്പിൻ്റെ കണക്കൊക്കെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി നിങ്ങൾ ഇതിലേക്ക് കറിവേപ്പില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കണം. ഈ മസാലയിൽ കിടന്നിട്ട് തക്കാളി നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരണം. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കുക. അപ്പോഴായിരിക്കും ഈ കറി വെന്ത് വന്നു കഴിയുമ്പോൾ ചെറുതായിട്ടൊരു കൊഴുപ്പ് പോലെ തോന്നാം. ഇനിയിപ്പോൾ തീരെ പഴുകാത്ത തക്കാളിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ച് കുറച്ച് വെള്ളവും തെളിച്ച് കൊടുത്തു. ഞാനിവിടെ തീ ഒരു ഇത് നന്നായിട്ട് കുറച്ചിട്ട് ഇത് മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ തക്കാളി വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ഞാനിവിടെ ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. തക്കാളി ഒന്നുകൂടി നന്നായിട്ട് വെന്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരാനുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം. ഞാനിവിടെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ കറി ഒരു 10 മിനിറ്റാണ് ടോട്ടൽ മൂടി വെച്ചേട്ടോ. അപ്പോൾ ഇതിനകത്ത് തക്കാളിക്ക് ഉടഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കണം. അല്ലെങ്കിൽ ആ കറിയിൽ ഒട്ടും അങ്ങോട്ട് ഗ്രേവി ഉണ്ടാവില്ല. കാരണം ഇതിലേക്ക് നമ്മൾ തേങ്ങയും ചേർക്കണുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പഴുക്കാത്ത അത്രയ്ക്ക് അങ്ങോട്ട് ജ്യൂസി ആയിട്ടുള്ള തക്കാളി അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒന്ന് ചേർക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതിലേക്ക് നിങ്ങൾക്ക് മുട്ട വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. മുട്ടക്കറി പോലെയും കഴിക്കാം. ഇപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് കഴിക്കുക. ബ്രെഡിൻ്റെ ഉള്ളിൽ മുട്ട പുഴുങ്ങിയതും പിന്നെ ഈ മസാലയും കൂട്ടിയിട്ട് വെച്ചിട്ട് സാൻഡ്വിച്ച് പോലെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ തക്കാളി കറി റെഡി ആയിട്ടുണ്ട്.